കോട്ടയം നഗരസഭയിലെ ഓൺ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു തട്ടിപ്പ്, പെൻഷൻ തുകയിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നാണ് സെക്രട്ടറി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2020 മുതൽ 23 വരെ ഇത്തരത്തിൽ ഈ വ്യക്തി അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ അക്കൗണ്ടിലേക്ക് തുക വകമാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു കേസ് നടപടിയുമായി മുന്നോട്ട് പോകാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. നഗരസഭ സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ച് കോട്ടയം SP-ക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. 2020-23 കാലയളവിലാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടന്നത് എന്നുള്ളൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം വൈക്കം നഗരസഭയിൽ ക്ലർക്കായി ജോലി ചെയ്യുകയാണ്. ഈ പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ ഇദ്ദേഹം ഒളിവിൽ പോയി എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് SP-യുടെ പക്കലാണ് ഇപ്പോൾ ഈ കേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണപക്ഷവും ക്രമക്കേടിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ കോളിളക്കം കോട്ടയം നഗരസഭയിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ വിവാദമാണ്, വലിയ ക്രമക്കേട് തന്നെയാണ് നടന്നിരിക്കുന്നത്. 3.5 കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ഘട്ടങ്ങളിലായി ഈ പെൻഷൻ തുക മറ്റൊരു അക്കൗണ്ടിലേക്ക്, ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് സെക്രട്ടറി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.